ഡിസംബർ മാസത്തിൽ എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയായിരുന്നു. ഒരു ഓട്ടോ വന്ന് എന്നെ ഇടിച്ചതാണ്. ഞാൻ അതിൽ നിന്ന് നന്നായി തെറിച്ചുപോയി. അന്നേരം കയ്യിൽ ഇവിടെ ഒരു മുറിവ് മാത്രമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1-2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നൂർന്ന് നിൽക്കാൻ മേല, അല്ലെങ്കിൽ കുനിയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ മിറ്റമൊന്നും അടിക്കാൻ മേലാത്തൊരവസ്ഥ. അപ്പോൾ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മരുന്ന് ഒരാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ തന്നു. മരുന്ന് കഴിച്ചു, പിന്നെയും കുറവില്ല. എക്സ്റേ ഒക്കെ എടുത്തു. അന്നേരം പറഞ്ഞു നട്ടെല്ലിൻ്റെ ഡിസ്കിന് എന്തോ നേരിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ MRI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് MRI ചെയ്തു. MRI ചെയ്തപ്പോൾ പറഞ്ഞത് നട്ടെല്ലിൻ്റെ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്ന അവസ്ഥയാണ്. 2 ഡിസ്ക് നല്ല അകലത്തിൽ തന്നെ പുറത്തോട്ട് തള്ളുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കഴിക്കുക. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്, ജോലിക്കൊന്നും പോകണ്ട, 2 ആഴ്ച റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. ബെൽറ്റും ഇടാൻ പറഞ്ഞു. അപ്പോൾ അരയിൽ ബെൽറ്റൊക്കെ ഇട്ട് 2 മാസം റെസ്റ്റായിരുന്നു. അത് കഴിഞ്ഞേച്ച് പതിയെ പിന്നെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ജോലിക്ക് പോകാമോ നോക്കി. ജോലിക്ക് പോയിട്ട് പെയിൻ കില്ലറും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് കുറച്ച് ദിവസം കൂടെ ജോലിക്ക് പോയി. പിന്നെ എനിക്ക് തീരെ വയ്യായികയായി. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിൽ വന്നു, കിടപ്പായി. എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കത്തില്ല. ഒരാളുടെ സഹായം ഇല്ലാണ്ട് എഴുന്നേക്കാം, അല്ലെങ്കിൽ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചാലും എനിക്ക് നേരെ നിൽക്കത്തില്ല. എൻ്റെ നട്ടൽ നൂർന്ന് നിൽക്കത്തില്ല. എന്നിട്ട് എനിക്ക് ഇടത് സൈഡിൽ നന്നായിട്ട് തന്നെ ചെരിവായി. എന്നുവെച്ചാൽ നടക്കാൻ നന്നായിട്ട് പാട്, ബാത്റൂമിൽ പോകാൻ പറ്റില്ല, വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു കിലോ പോലും എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മാത്രം. എന്ന് വെച്ചാൽ അവരെ എന്നെക്കൊണ്ട് എൻ്റെ വീട്ടിനോ അല്ലെ ഒരു കുപ്പി വെള്ളമോ മറ്റൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമോ ഒന്നും എടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഒപ്പം തന്നെ 2ാമത്തെ ട്രിപ്പ് ഇവിടെ അവർ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തു. പിന്നെ ന്യൂറോയെ കാണിച്ചു. ന്യൂറോയെ കാണിച്ചപ്പം ഞരമ്പിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ തന്നെ വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു. അതിനിടയ്ക്ക് നേരിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ഹസ്ബൻഡും തമ്മിലൊരു ചെറിയൊരു വഴക്കമൊന്നുമല്ല. പുള്ളിക്ക് എന്നെ ഈ നടുവിനും കൂടെ തീരെ വയ്യാണ്ടൊക്കെ ആയപ്പോഴേക്കും പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ സഹോദരന്മാർ വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ദിവസം കട്ടിലേന്ന് കാലും ഞാൻ താഴെ എടുത്തിട്ടിട്ട് നിരങ്ങിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എഴഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച ആത്മഹത്യ ചെയ്യാം. ഇനി ജീവിക്കുന്നില്ല, ഇനി എന്നെക്കൊണ്ട് ജീവിക്കാൻ വയ്യ, ഞാൻ തീരുക എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം വിചാരിച്ചു കൈഞ്ഞരമ്പ് മുറിച്ചാലോ എന്ന് വിചാരിച്ചു. കൈഞ്ഞരമ്പ് മുറിക്കാൻ നോക്കിയപ്പോഴേക്കും അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ കത്തിയേ ഉള്ളൂ. അത് എത്രത്തോളം ഇതാകും എന്നറിയില്ല. കാരണം നന്നായിട്ട് വെയിൻ കട്ട് ചെയ്താലേ നമുക്ക് ബ്ലഡ് പോയി നമ്മൾ ഇതാകുള്ളൂ. പിന്നത്തെ ഇതിരിക്കുന്നത് ഉത്തരത്തിൻ്റെ പൊക്കത്ത് എലിക്ക് വേണ്ടിയിട്ട് വിഷം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടതാണ് എലി പെടഞ്ഞ് മരിക്കുന്നത്. നമ്മുടെ മുറ്റത്ത് തന്നെ കിടന്ന എലി ചത്ത് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ആയുസ് പോകാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പോൾ എനിക്ക് അത് ഓർത്തപ്പം ഞാൻ അഥവാ തീർന്നില്ലെങ്കിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ അന്നേരം വേറൊരു കൂട്ടവും എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഇതൊന്നും എടുത്ത് കഴിച്ചാലും ഈ എലിവിഷം എടുത്ത് കഴിക്കണമെങ്കിൽ പോലും അത് കഴിച്ചിട്ട് അതിൻ്റെ രുചിയൊന്നും മാറണമല്ലോ. കാരണം അപ്പം തന്നെ സഡൻലി നമ്മൾ തീരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് തീരണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണം. എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് എന്നെ ആരോ ഫോൺ വിളിച്ചതല്ലായിരുന്നു, ജസ്റ്റ് എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ ഫോൺ നോക്കി കട്ടിലിൽ കിടന്നു. ചുമ്മാ നേരം പോക്കിന് യൂട്യൂബിൽ കയറിയപ്പോഴേക്കും അങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴാണ് കൃപാസനം എന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ ചുമ്മാ അതൊന്ന് നേരം പോക്കിന് കണ്ടു തുടങ്ങിയതാണ്. തലേന്നൊരു വൈകുന്നേരമാണ് ഞാൻ കണ്ടത്. പിറ്റേന്ന് ഇതേ സമയം പിന്നെ ഞാനത് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ രാവിലത്തെ 5:30 പ്രാർത്ഥന വന്നു, വൈകിട്ടത്തെ 7:30 പ്രാർത്ഥന വന്നു, പിന്നെ നൊവേന അതൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ അതിലോട്ട് പോകാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് കൂടുതൽ, താല്പര്യം കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അവസാന പ്രതീക്ഷ ഇനി അവിടെയാണ്. കാരണം ജീവിതം തീർന്നു, ഇനി അപ്പുറത്ത് വേറെ പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് പോയി നോക്കാം, ലാസ്റ്റ് ഒരൊറ്റ തവണയാണ്. കാരണം ഇംഗ്ലീഷ് ആയാലും ആയുർവേദം ആയാലും മരുന്ന് കഴിച്ചിട്ട് എന്നെക്കൊണ്ടിനി നൂർന്നൊന്നും നടക്കാൻ പറ്റില്ല എന്ന് തന്നെ തീരുമാനമായി. അപ്പോൾ ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. അപ്പോൾ രാവിലെ 7:30 ആകുമ്പോഴേക്കും വണ്ടി വന്നു. മറ്റ് 1-2 പേര് പിടിച്ചിട്ടാണ് എന്നെ വണ്ടിയിലിരുത്തിയത്. അപ്പോൾ ഞാൻ വണ്ടിയുടെ സീറ്റിൻ്റെ പുറകിലിരിക്കുക.
പാലയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നട്ടൽ വിട്ടു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വണ്ടിയിലിരിക്കാൻ വയ്യ. അപ്പോൾ എന്നോട് ഈ ഡ്രൈവർ ചേട്ടൻ എടുത്ത വായിൽ എന്നോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ കൊച്ചേ നിനക്ക് എഴുന്നേറ്റൊന്ന് ഇരിക്കാറാകുമ്പോഴേലും നിനക്കൊന്ന് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും ചേട്ടാ ഞാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൊച്ച് ഫ്രണ്ടോട്ട് പോവാം, ഫ്രണ്ട് സീറ്റിൽ വാ, ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ചാരി ഇരുന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി ഇറങ്ങി, ഈ ചേട്ടൻ എന്നെ പിടിച്ചിറക്കി ഫ്രണ്ടിലിരുന്നു. പാലായിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ടും എനിക്ക് വണ്ടിയിൽ ഇരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കിടക്കാൻ പറ്റും, ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യാം, വണ്ടിയുടെ സീറ്റിൻ്റെ ബാക്കിൽ കിടന്നോളാം. അപ്പോൾ എന്നോട് ചോദിച്ചു, കൊച്ചിന് വരാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിനക്ക് വേദന സഹിച്ച് നിനക്ക് അവിടെ വരെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായിട്ടും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മാതാവിനെ കാണാൻ ഇറങ്ങിയതാണ്, ഞാൻ അവിടെ വരെ എത്തും, എൻ്റെ വേദന ചേട്ടൻ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുപ്പിയിൽ നിന്ന് 2 വേദനയ്ക്കുള്ള 2 പെയിൻ കില്ലറുണ്ട്, കെറ്റ്നോവ എന്ന് പറഞ്ഞ് 2 വേദനയ്ക്കുള്ള മരുന്നും കഴിച്ചിട്ട് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് തന്നെ കിടക്കുക. ഞാൻ 9 മണിയായപ്പോൾ കുറച്ച് അപ്പുറത്തുള്ള ഇൻഡിഗോ ഓഫീസിൻ്റെ അവിടെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ എന്നെ പിടിച്ചിറക്കി, ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് എന്നെ ഈ ചേട്ടൻ നമ്മുടെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇവിടെ പാർക്കിംഗ് ഏരിയ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് നടക്കാൻ വയ്യാലോ, ഞാൻ ഇപ്പറേ കൊണ്ടേ ആക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഈ വാതിക്കൽ എന്നെ ഈ ചേട്ടൻ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അനങ്ങരുത്, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് ഈ ചേട്ടൻ പുറത്ത് എവിടെയോ കൊണ്ട് വണ്ടി ഇട്ടിട്ട് എന്നെ പിടിച്ചുകൊണ്ട് ഈ കൗണ്ടറിൻ്റെ അവിടെ വരെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ ചേട്ടനാണ് എന്നെ അവിടെ വരെ പിടിച്ചുകൊണ്ട് വന്നതും. എൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, വരാൻ പറ്റുന്ന ആർക്കും പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കൗണ്ടറിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ട് വരുന്നവർക്ക് ഇപ്പുറത്താണ് ഉടമ്പടി എടുക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ വാങ്ങിച്ചു. നൂർന്ന് നടക്കാൻ വയ്യ, അല്ലേ ഇരിക്കാനോ നിൽക്കാനോ വയ്യാത്ത ഞാൻ ഈ 2 ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് കയറി ഞാൻ മുകളിൽ ചെന്നു, സെക്കൻഡ് ഫ്ലോറിൽ ചെന്നു കൗൺസിലിംഗ് കൂടി. അവിടുന്ന് ഇവിടെ വന്ന് താഴെ വന്നു, വെഞ്ചരിച്ച തിരിയൊക്കെ വാങ്ങിക്കണമായിരുന്നു, അതുമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഓർക്കണം, എനിക്ക് 1 കിലോ പോലും എനിക്ക് എടുക്കാനുള്ള ആവതില്ലാത്തതാണ്. അവിടെ വന്നപ്പോൾ എനിക്ക് അവിടെ ഒരു ടോക്കൺ കിട്ടി, അതായത് മാതാവിന് കുട പിടിക്കാനായിരുന്നു എനിക്ക് കിട്ടിയ അവസരം. ആ കുടയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ടാകുന്നില്ല, എന്തായാലും എൻ്റെ അറിവിൽ ഒരു 5 കിലോ 6 കിലോയ്ക്ക് മുകളിൽ ആ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് കുട പിടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്നു, തിരി കത്തിച്ചു, എൻ്റെ നിയോഗങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടു. ഇവിടുന്ന് പോയി ഞാൻ തിരിച്ച് ഇവിടുന്ന് എപ്പോഴാണ് എൻ്റെ വേദന എനിക്ക് നഷ്ടമായെന്നറിയത്തില്ല. കാരണം അതുവരെ നൂർന്ന് നിൽക്കാൻ വയ്യാതെ ഇവിടെ വന്ന് ഞാൻ എപ്പോൾ എൻ്റെ വേദന പോയെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ടോക്കൺ എടുക്കാൻ വരുന്നതിന് മുമ്പ്, ആ കവാടത്തിന് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എനിക്ക് വേദനയായിരുന്നു. കാരണം നൂർന്ന് നിൽക്കത്തില്ല, അത്രയും വേദന. ഒരു വേദനയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടുന്ന് ഞാൻ 12:30 ആയപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ആ വേദന എൻ്റെ കൂട്ടത്തിലില്ല, അത്രയും ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ റെസ്റ്റൊക്കെ എടുത്തു. ഇന്നലെ തൊട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി, ഇനിയിപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് കണ്ട് കാര്യം പറയണം, ഇവിടെ വന്ന് എല്ലാവരോടും ഈ കാര്യം പറയണം എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു ചെറിയ നീരസത്തിൻ്റെ പേരിലായാലും പിണങ്ങിപ്പോയ ചേട്ടൻ അതേ തന്നെ പഴയതിലും പോലെ സന്തോഷത്തോടെ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. ചേട്ടനെയും കൊണ്ട് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ വന്നിരുന്നു. ഇപ്പം ഞാൻ വന്നേക്കുന്ന എൻ്റെ 2 സഹോദരങ്ങളുമായിട്ടാണ്. അവർ ഉടമ്പടി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിങ്ങനെ ഇവിടെ നൂർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, അതെൻ്റെ കൃപാസനത്തിലെ സഞ്ചാരി മാതാവിൻ്റെ ഒറ്റ അത്ഭുത പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ്. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും ഞാൻ മാതാവിനെയും ഈശോയോടും കടപ്പെട്ടിരിക്കും.